കാര്യങ്ങൾക്ക് പോലും ഓവർ റിയാക്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ നമ്മൾ കാണാറുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കാറുണ്ട് ഇവർ ഇത്രയേറെ ചൂടാവാൻ എന്താ ഇതിനകത്തിരിക്കുന്നത് എന്നുള്ളത്. ഇതിന്റെ കാരണം സംഭവം വളരെ ചെറുതായിരിക്കും, പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഇമോഷണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ചെറിയൊരു സംഭവം നടന്നു എന്ന് വിചാരിക്കുക, ഉടനെ തന്നെ ബ്രെയിൻ ഇതിനെ കണക്ട് ചെയ്യുന്നത് നമ്മളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഓൾഡ് മെമ്മറിയോ ഇമോഷനോ ഒക്കെ ആയിട്ടായിരിക്കും. ഉടനെ തന്നെ എന്താ സംഭവിക്കുക, ആ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബേസ് ചെയ്തായിരിക്കത്തില്ല, അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന വൂൺസിനും കൂടെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ പഴയ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന വൂണ്ടുകൾ ഹീൽ ചെയ്യപ്പെടാത്തിടത്തോളം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രസന്റ് ലൈഫിൽ ഉണ്ടാവുമ്പോഴും ഇത് കണക്ട് ചെയ്ത് നമ്മൾ ആകെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലൊക്കെ വലിയ ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയോ, ചിലപ്പോൾ ചില ആളുകളൊക്കെ വഴക്കുണ്ടാക്കുന്നത് തന്നെ ജസ്റ്റ് ഒരു മെസ്സേജ് പ്രോപ്പറായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ചില സ്ഥലത്ത് പോയപ്പോൾ എന്നെ പ്രോപ്പറായിട്ട് അറിയിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് പോലും വളരെ വലുതായിട്ട് റെസ്പോണ്ട് ചെയ്യും. കാരണം പലപ്പോഴും ജീവിതത്തിൽ എപ്പോഴൊക്കെയോ അവരെ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതോ അവഗണിക്കപ്പെട്ടിട്ടുള്ളതോ ആയ നിമിഷങ്ങളെയൊക്കെ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വലിയ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരുമായിട്ടൊരു ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണലി ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാസ്റ്റ് വൂൺസിനെ ഹീൽ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലോങ് പ്രോസസ്സിന്റെ തന്നെ ആവശ്യമുണ്ട്. ഇതൊന്നും ഹീൽ ചെയ്യാതെ ജീവിക്കുമ്പോൾ ഒരുപാട് റിലേഷൻഷിപ്സ് ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. ഇത് എങ്ങനെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.